ഏലപ്പാറ വാഗമൺ റോഡ് വാഹന കാൽനട യാത്രികർക്ക് അപകടക്കെണിയായി മാറുന്നു. പല ഭാഗങ്ങളിലും റോഡിന് ആവശ്യമായ വീതിയില്ലാത്തതാണ് അപകട കാരണങ്ങളിൽ ഒന്ന്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകും. ഏലപ്പാറ ടൗണിൽ നിന്നും വാഗമണിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഏലപ്പാറ ബോണാമി വാഗമൺ റോഡ്. വിനോദസഞ്ചാരികളടക്കം ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. കൂടാതെ KSRTC സ്വകാര്യ ബസ്സുകളും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. ഏലപ്പാറ മുതൽ വാഗമൺ വരെ അടുത്ത നാളിലാണ് ഈ റോഡ് നവീകരിച്ചത്. എന്നാൽ റോഡിന്റെ വീതി മാത്രം കൂട്ടിയില്ല. ചില സമയങ്ങളിൽ അവധി ദിനങ്ങളിലും സഞ്ചാരിച്ചിര കയറുമ്പോൾ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുമ്പോൾ റോഡിന്റെ വീതിക്കുറവ് മൂലം വളരെ നേരം ഗതാഗതക്കുരുക്കും ഉണ്ടാകാറുണ്ട്. അപകടങ്ങളും പതിവാണ്. മാസങ്ങൾക്ക് മുമ്പ് KSRTC ബസ്സും സ്കൂൾ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച ഈ റോഡിൽ അപകടമുണ്ടായിട്ടുണ്ട്. ഏലപ്പാറയ്ക്കും ബോണാമിക്കും ഇടയ്ക്ക് ചില ഭാഗത്തിൽ റോഡ് വളരെയധികം വീതി കുറവാണ്. അതിൻ്റെ ഭാഗമായി പല രീതിയിലുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ സമീപകാലത്തിൽ ഒരു സ്കൂൾ ബസ്സും അതുകൂടാതെ ഒരു KSRTC ബസ്സും തമ്മിൽ ഇടിച്ച് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. നിരവധി വിദ്യാർത്ഥികൾക്ക് അതിൽ പരിക്കേറ്റുകയും ചെയ്തു. അതുകൂടാതെ തന്നെ അതിന് കഴിഞ്ഞിട്ടും അതിനുശേഷവും നിരവധി ആക്സിഡൻറ്റുകൾ ഈ വീതി കുറഞ്ഞ ഭാഗത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൂടാതെ തന്നെ ഈ രണ്ട് സൈഡും ഈ കാണുന്ന ഭാഗത്തിൽ രണ്ട് സൈഡും കാടുകളാണ് വളർന്ന് അടഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. ഇതോടൊപ്പം പാതയുടെ വിവിധ സ്ഥലങ്ങളിൽ റോഡിലേക്ക് കാടുപടലങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട്. വൈദ്യുതി പോസ്റ്റുകളും റോഡരികിലാണ് ചില സ്ഥലങ്ങളിൽ നിലകൊള്ളുന്നത്. കേരളത്തിലെ തന്നെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്കുള്ള റോഡെന്ന പ്രാധാന്യം പോലും ബന്ധപ്പെട്ടവർ കൽപ്പിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണിതെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തുടർന്നും വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റോഡ് വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.